ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അൺചേഞ്ചിങ് റിലേഷൻസ് ആണ്. ക്ലാസ് 6 മാത്സിലെ 8ാമത്തെ ചാപ്റ്റർ ആണ് അൺചേഞ്ചിങ് റിലേഷൻസ്. ഇതിലെ പേജ് നമ്പർ 126 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ദ ക്വോഷ്യൻസ് ബിലോ. താഴെ കാണുന്നത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ 345 ഡിവൈഡഡ് ബൈ 50. ഓക്കെ, അത് നമുക്ക് എങ്ങനെ ചെയ്യാം? 345 ഡിവൈഡഡ് ബൈ 15 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു കൺസെപ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചാണ്. ദ കോഷ്യൻ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ദ സെയിം ആസ് ദ കോഷ്യൻ്റ് ഓഫ് ദീസ് ടു നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ബൈ ദ സെയിം നമ്പർ. നമ്മൾ ഒരേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുകയോ അതേപോലെ ഡിവൈഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെയിം നമ്പർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇവിടെ 345 അതിനെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അതേപോലെ തന്നെ 15 നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഓക്കെ, 345 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 690 കിട്ടി. 15 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 30 കിട്ടി. ഇനി നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യാണ്, അതായത് 690 ഡിവൈഡഡ് ബൈ 30 ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 23 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 345 ഡിവൈഡഡ് ബൈ 15 ചെയ്താലും നമുക്ക് ആൻസർ എന്തായിരിക്കും? 23 ആയിരിക്കും. ഇപ്പോൾ 34 എന്ന് പറയുമ്പോൾ 30ൽ 2 ടൈംസ് 4 4 മൈനസ് 0 4 5. ഓക്കെ, അപ്പോൾ 45 എന്ന് പറയുമ്പം എത്ര ടൈംസ് ആണ്? 3 ടൈംസ് ആണ്. അപ്പോൾ ഇതും നമുക്ക് ആൻസർ ഒന്ന് തന്നെ ആയിരിക്കും. അതേപോലെ 690/30 നമ്മൾ ചെയ്ത് നോക്കിയാലും കറക്റ്റ് ആൻസർ ആയിരിക്കും. ഇപ്പോൾ 69 എന്ന് പറയുമ്പോൾ 62. ഓക്കെ, 9 മൈനസ് 0 9 90. 90ൽ 30 എത്ര ടൈംസ് പോകും? 3 ടൈംസ് അല്ലേ? അപ്പോൾ രണ്ട് ആൻസറും ശരിയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ശരിയാണ്. ദ കോഷ്യൻ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ദ സെയിം ആസ് ദ കോഷ്യൻ്റ് ഓഫ് ദീസ് ടു നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ്. ഒന്നുകിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടും മനസ്സിലായല്ലോ. നമ്മൾ 345 ഡിവൈഡഡ് ബൈ 15 ചെയ്തപ്പോൾ നമുക്ക് 23 ആൻസർ കിട്ടിയ, അതേപോലെ തന്നെ രണ്ടിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരേ ആൻസർ ആണ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 495 ഡിവൈഡഡ് ബൈ 45. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 495 നമുക്ക് 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 495 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 990 ആണ് കിട്ടുക. 45 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണ്? 90 ആണ് കിട്ടുക അല്ലേ? 90. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം. 990 ഡിവൈഡഡ് ബൈ 90. 990 ഡിവൈഡഡ് ബൈ 90 എത്രയാണ് കിട്ടുക? 11 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം നമ്മൾ 990 ഡിവൈഡഡ് ബൈ 90. ഓക്കെ, 99ൽ 91 ടൈമാണ്. പിന്നെ 9 മൈനസ് 0 9 0. അപ്പോൾ 901. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? 11 ആണ്. ഇനി ഇത് നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതും ആൻസർ കിട്ടിയ എന്താണ്? 11 തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. മൂന്നാമത്തേത് 325 ഡിവൈഡഡ് ബൈ 25. 325 ഇൻറ്റു 2 നമ്മൾ ചെയ്തു. അപ്പം നമുക്ക് 650 ആണ് കിട്ടിയത്. 325 ഇൻറ്റു 2 650 ആണ് കിട്ടിയത്. ഓക്കെ, 25 ഇൻറ്റു 2 എത്രയാണ്? അത് നമുക്ക് 50 ആണ് കിട്ടിയത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 650 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ 50 ഡിവൈഡഡ് ബൈ 50. ഓക്കെ, നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുക? 650 ഡിവൈഡഡ് ബൈ 50 എന്ന് പറയുമ്പം 65ൽ 50 1 ടൈം, പിന്നെ 5 മൈനസ് 0 5 6 മൈനസ് 5 1. 150ൽ എത്ര 50 ആണ്? 3 ടൈംസ് ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 13. ഓക്കെ, ഇനി അടുത്ത 4th ക്വസ്റ്റ്യൻ ആണ്. 975 ഡിവൈഡഡ് ബൈ 75. അപ്പോൾ ഇത് നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കുക. 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 975 ഇൻറ്റു 2 നമുക്ക് കിട്ടുക 1950 ആണ്. 75 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് 150 ആണ്. ഇത് നമ്മൾ ഇത് രണ്ടും ഇനി ഡിവൈഡ് ചെയ്യാണ്.
1950 ഡിവൈഡഡ് ബൈ 150. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുക? 13 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ആണ് ഈ ഒരു ഇതിൽ ലാസ്റ്റ് പ്രോബ്ലം ആണ്. 875 ഡിവൈഡഡ് ബൈ 125. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. 875നെ നമുക്ക് 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കാം. 875നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 1750 ആണ് കിട്ടുക. ഓക്കെ, ഇൻറ്റു ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാലോ. 875 ഇൻറ്റു 2 എത്രയാണ്? 5 ഇൻറ്റു 2 10, ബാലൻസ് 1, 7 ഇൻറ്റു 2 14, 14 പ്ലസ് 1 5. ഓക്കെ, 8 ഇൻറ്റു 2 16, 16 പ്ലസ് 1 7. അപ്പോൾ 1750 ആണ് 875 ഡിവൈഡഡ് ഇൻറ്റു 2 നമുക്ക് കിട്ടുക. ഈ 125 ഇൻറ്റു 2 എന്താ കിട്ടുക? 125 ഇൻറ്റു 2 എത്രയാണ് കിട്ടുക? 250 ആണ്. ഇനി നമ്മൾ ഇത് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാണ്. 1750 ഡിവൈഡഡ് ബൈ 250. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 7 ആണ്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം വീണ്ടും കാണാം. താങ്ക് യു.